ഒരു രാജാവിന്റെ രാജസഭയില് അതീവ ബുദ്ധിമാനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. എത്ര വലിയ പ്രശ്നമായാലും അതിന് പരിഹാരം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. രാജാവാണെങ്കിലോ എന്ത് ചെയ്യായാലും മന്ത്രിയോട് അഭിപ്രായം ചോദിച്ചിട്ടേ ചെയ്യൂ. രാജാവും മന്ത്രിയും തമ്മിലുള്ള അടുപ്പം രാജ്യസഭയിലുള്ള മറ്റുള്ള അംഗങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഒരിക്കൽ രാജാവ് മന്ത്രിയോട് പറഞ്ഞു, നിങ്ങൾ അതീവ ബുദ്ധിമാനാണ്, പക്ഷേ നിങ്ങളുടെ മകനോ ഒരു മന്ദബുദ്ധിയും എന്ന്. മകനെ കുറിച്ച് രാജാവ് പറയുന്നത് കേട്ടപ്പോ മന്ത്രി അങ്ങ് വല്ലാതെയായി. അദ്ദേഹം രാജാവിനോട് ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് എൻ്റെ മകൻ ഒരു മന്ദബുദ്ധിയാണ് എന്ന് പറയുന്നത് എന്ന്. അതിന് രാജാവ് പറഞ്ഞു, ഞാൻ ദിവസവും പ്രജകളെ കാണാനായി പോകും. ആ സമയത്ത് അവിടെ നിങ്ങളുടെ മകനും ഉണ്ടാവും. നിങ്ങളുടെ മകന്റെ മുന്നിൽ ഒരു വെള്ളി നാണയവും ഒരു സ്വർണ്ണ നാണയവും വെച്ചിട്ട് അതിൽ ഏതിനാണ് ഏറ്റവും വിലപിടിപ്പുള്ളത് അത് നീ എടുത്തോളൂ എന്ന്. അവൻ വെള്ളി നാണയം എടുക്കും, എന്നിട്ട് പറയും വെള്ളിയാണ് ഏറ്റവും വിലപിടിപ്പുള്ളത് എന്ന്. രാജാവ് പറയുന്നത് കേട്ട് രാജ്യസഭയിലുള്ള മറ്റംഗങ്ങളെല്ലാം ചിരിച്ചു. മന്ത്രി മറുപടി ഒന്നും പറയാൻ നിന്നില്ല. നേരെ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹം മകനെ വിളിച്ച് മകനോട് ചോദിച്ചു, വെള്ളിയാണോ സ്വർണമാണോ, ഇതിൽ ഏതിനാണ് കൂടുതൽ വിലപിടിപ്പുള്ളത് എന്ന്. മകൻ പറഞ്ഞു, അച്ഛാ, സ്വർണമാണ് കൂടുതൽ വിലപിടിപ്പുള്ളത് എന്ന്. മന്ത്രി വീണ്ടും കൺഫ്യൂഷനായി. അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് രാജാവിനോട് വെള്ളിയാണ് കൂടുതൽ വിലപിടിപ്പുള്ളത് എന്ന് പറഞ്ഞത്? അതിന് മകൻ മറുപടി ഒന്നും പറഞ്ഞില്ല. പകരം അവൻ നേരെ അവന്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ഒരു പെട്ടിയെടുത്ത് കൊണ്ടുവന്ന് അച്ഛൻ്റെ മുന്നിൽ തുറന്നു വെച്ച്. അതിൽ നിറയെ വെള്ളി നാണയങ്ങൾ ഉണ്ടായിരുന്നു. വെള്ളി നാണയങ്ങൾ കണ്ടപ്പോൾ മന്ത്രി ആകെ അമ്പരന്നു. അദ്ദേഹം ചോദിച്ചു, നിനക്ക് എവിടുന്നാണ് ഇത്രയ്ക്കധികം വെള്ളി നാണയങ്ങൾ കിട്ടിയത് എന്ന്. മകൻ പറഞ്ഞു, അച്ഛാ, രാജാവ് ദിവസവും ഒരു തങ്ക നാണയവും ഒരു വെള്ളി നാണയവും കാണിച്ചിട്ട് എന്നോട് പറയും, ഇതിൽ ഏതിനാണ് വില കൂടുതൽ അത് നീ എടുത്തോളൂ എന്ന്. ഞാൻ വെള്ളി നാണയം എടുക്കും. രാജാവ് അത് കണ്ട് ചിരിച്ചിട്ട് പോവും. ഇത് എല്ലാ ദിവസവും നടക്കും. അച്ഛനൊന്ന് ഓർത്തു നോക്ക്, സ്വർണമാണ് വലുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ആ കളി അവിടെ അവസാനിച്ചിരിക്കും. എനിക്ക് ഒരു സ്വർണ്ണ നാണയം മാത്രമേ കിട്ടൂ, പക്ഷേ ഇപ്പോൾ എനിക്ക് ദിവസവും ഒരു വെള്ളി നാണയം കിട്ടും. എന്തിനാണ് എനിക്ക് കിട്ടിയ ഒരു അവസരം ഞാൻ നഷ്ടപ്പെടുത്തുന്നത്? മന്ത്രിക്ക് അപ്പോഴാണ് മനസ്സിലായത്, മറ്റുള്ളവരുടെ കണ്ണിൽ മന്ദബുദ്ധിയായി തോന്നിയ തൻ്റെ മകൻ യഥാർത്ഥത്തിൽ എത്രത്തോളം ബുദ്ധിമാനാണ് എന്ന്. ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല. അവരുടെ കണ്ണിൽ നമ്മൾ മന്ദബുദ്ധിയോ വിവരമില്ലാത്ത ആളോ ബുദ്ധിയില്ലാത്ത ആളോ ഒക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നും എന്തിനാണെന്നും വ്യക്തമായ ധാരണ നമുക്കുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നാലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, നിങ്ങളാണെങ്കിലോ ആ ലക്ഷ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, പക്ഷേ ഫലമൊന്നും കിട്ടണമില്ല. ആ സമയത്ത് ചുറ്റുമുള്ള പലരും ചോദിക്കും, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, എന്തിനങ്ങനെ കിടന്ന് കഷ്ടപ്പെടണത്, വെറുതെ എന്തിനു സമയം കളയുന്നത്, വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ. പക്ഷേ അവരുടെ വാക്കും കേട്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം ഉപേക്ഷിച്ചാൽ നഷ്ടം അവർക്കല്ല, നിങ്ങൾക്കാണ്. നമ്മുടെ സ്വപ്നം എന്താണെന്നും നമ്മളതിനു വേണ്ടി എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്നും കഷ്ടപ്പെടുന്നുണ്ടെന്നും നമ്മുടെ മനസ്സിൽ എന്താണെന്നും നമുക്ക് മാത്രമേ അറിയൂ. ഇന്ന് നിങ്ങളെ കളിയാക്കിയ ആൾക്കാർ തന്നെ നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച ആ ഒരു കാര്യം വിജയിക്കുമ്പോൾ നിങ്ങൾ അഭിനന്ദിക്കും. വഴി ശരിയാണ് എന്ന് ആത്മവിശ്വാസമുണ്ടെങ്കിൽ ക്ഷമയോടെ മുന്നോട്ട് പോവുക. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിന് കാതോർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ലക്ഷ്യം മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് കാതോർത്ത് സ്വന്തം ലക്ഷ്യവും സ്വപ്നങ്ങളും ഉപേക്ഷിക്കാൻ നിൽക്കാതെ ക്ഷമയോടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.